2.5 പതിറ്റാണ്ടായി മലയാള സിനിമയിലെ തിരുത്തൽവാദിയാണ് വിനയൻ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം ഏറ്റവും ഉറക്കെ സംസാരിച്ചതിൽ ഒരാളും വിനയനാണ്. സംവിധായകൻ ശ്രീ വിനയൻ നമുക്കൊപ്പമുണ്ട്. സ്വാഗതം. നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം നമ്മൾ ഏറ്റവും ചർച്ച ചെയ്യുന്ന പ്രയോഗം പവർ ഗ്രൂപ്പ് എന്നതാണ്. താങ്കൾ പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ആരാണ് മലയാള സിനിമയിലെ മോസ്റ്റ് പവർ ഹോൾഡേഴ്സ്? ഞാൻ മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് പറയാൻ കാര്യം, ആദ്യ കാലം തൊട്ട് തന്നെ മലയാള സിനിമയിലെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലിരിക്കുന്ന ആ ടോപ്പിലിരിക്കുന്ന ആൾക്കാർ അവരുടെ ഇംഗിതത്തിന് ഇഷ്ടമല്ലാത്ത ആൾക്കാരെ മലയാള സിനിമയിൽ നിന്ന് ഒഴിവാക്കുന്നതിനോ അല്ലെങ്കിൽ അവർക്ക് എതിരെ വിലക്കുൾപ്പെടെയുള്ള നടപടികൾ എടുക്കുന്നതിനുമൊക്കെ തയ്യാറായിരുന്നു എന്നുള്ള ഒരു അനുഭവം എനിക്കുണ്ട്. പ്രിയനന്ദൻ എന്ന് പറയുന്ന ഒരു സംവിധായകൻ പറഞ്ഞത് ലേബി കേട്ട് കാണും, പവർ ഗ്രൂപ്പ് ഉണ്ടെന്നത്. അത് എന്നത്തെ കാര്യമെന്നറിയോ? 2004 അന്ന് മാക്ട ഫെഡറേഷൻ ഇല്ല, അന്ന് ഈ ഫെഫ്ക ഇല്ല, ഒന്നുമില്ല, അമ്മയുണ്ട്. അപ്പം പ്രിയനന്ദൻ്റെ സിനിമ വിലക്കി. എന്താണ് റീസൺ? വിനയൻ്റെ ചിത്രത്തിൽ പൃഥ്വിരാജ് അഭിനയിച്ചു. ആ പൃഥ്വിരാജിനെ അത് മന്ദാരപ്പൂവല്ല, അത് മന്ദാരപ്പൂ എന്ന സിനിമയിൽ 6 ദിവസം ഷൂട്ട് ചെയ്തു പൃഥ്വിരാജും കാവ്യ മാധവനുമായിട്ട്. ഈ പൃഥ്വിരാജ് ഉണ്ടെങ്കിൽ ഞങ്ങൾ ആരും അഭിനയിക്കത്തില്ല എന്ന് താരങ്ങൾ പറഞ്ഞു. അദ്ദേഹത്തെ കണക്കുള്ള ഒരു സംവിധായകൻ, കൊമേഴ്ഷ്യൽ സംവിധായകനല്ലല്ലോ പുള്ളി. ഞങ്ങളൊക്കെ കൊമേഴ്ഷ്യൽ സംവിധായകരെന്ന് ഞങ്ങളെ പറയാം. അദ്ദേഹമൊക്കെ ഒരു സിനിമയൊക്കെ പ്ലാൻ ചെയ്ത് വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് എടുത്തും ഭയങ്കര ത്യാഗം ചെയ്തു. അങ്ങനെ 6 ദിവസം ഷൂട്ട് ചെയ്തൊരു പടം നിന്നുപോകത്തക്ക രീതിയിലൊരു പവർ ഉണ്ടെങ്കിൽ അതിനെ ഒരു പവർ കമ്മിറ്റി എന്ന് വിളിക്കാമല്ലേ എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ചിലപ്പോൾ 10-25 പേരാവും, അതിനകത്ത് 15 പേരാന്ന് ആരാ നോക്കിയാൽ മതി. മനസ്സിലായി? 15 എന്നുള്ള അക്കം നമ്മൾ കേൾക്കുന്നുണ്ട് കുറച്ച് ദിവസങ്ങളായി. ആരായി 15? അത് ഹേമ കമ്മിറ്റി പറഞ്ഞതാ. അതിനകത്ത് പിന്നെ പ്രധാനമായിട്ടും അമ്മയിലെ പവർ ഗ്രൂപ്പുണ്ട്, നിർമ്മാതാക്കളുടെ ഇടയിലുണ്ട്, മാക്ട ഫെഡറേഷൻ തകർത്തതിന് ശേഷം വന്ന ഫെഫ്കയാണ്. ആ ഫെഫ്ക ഉപയോഗിച്ചിട്ടാണല്ലോ അമ്മ എന്നെക്കെതിരെയുള്ള വിലക്കൊക്കെ നടത്തിയത്. അതിനകത്ത് നിർമ്മാതാക്കളുണ്ട്. ഇങ്ങനെ 2-3 സംഘടനപ്പെടുന്ന ആൾക്കാരുടെ പേരെണ്ണു വരുമ്പം ചിലപ്പോൾ 15 പേരൊക്കെ ആരാന്ന് നമുക്കറിയാൻ മേലെന്നേ ഉള്ളൂ. 10-20 പേരുടെ പേരൊക്കെ ഞാൻ വേണേൽ പറയാൻ, അതൊന്ന് സെലക്ട് ചെയ്താൽ മതി. ഈ 15 പേര്, അങ്ങനെ 10-20 പേരുടെ പേരെന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ സൂപ്പർ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇല്ലേ? സൂപ്പർ താരങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് മലയാള സിനിമയിൽ ഈ അമ്മ എന്ന് പറയുന്ന സംഘടന നമുക്ക് ചിന്തിക്കാൻ പറ്റും. അതായത് 2003 തൊട്ട് ഇന്നുവരെ ഏതെങ്കിലും സൂപ്പർ താരം പ്രസിഡൻറ്റോ സെക്രട്ടറിയോ ആയിട്ടിരിക്കുകയാണ്. ഈ പവർ ഗ്രൂപ്പുകൾ വളരെ ശക്തമായി അക്കാലത്ത് ഈ ഫാൻസ് അസോസിയേഷനുകളെ നിലനിൽപ്പിനായി ഉപയോഗിച്ചിരുന്നു. പവർ ഗ്രൂപ്പുകൾ തീർച്ചയായിട്ടും ഫാൻസുകളെ ഉപയോഗിച്ചിരുന്നുള്ള സത്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവരെ കൊണ്ട് ഈ വി ഹേറ്റ് വിനയൻ എന്നുള്ള പേജൊക്കെ ഉണ്ടാക്കിയിട്ട് അതുവഴി തന്നെ തേജോവധം ചെയ്യുന്ന ഒത്തിരി പണി ഇവർ ചെയ്തിരുന്നു. അതുപോലെ തന്നെ സിനിമകൾ, അതെൻ്റെ സിനിമകൾ മാത്രമല്ല, ഇവർ പരസ്പരം കൂവിത്തോപ്പിക്കുന്ന ഒരു ഭയങ്കര മോശമായ പ്രവണതയുണ്ടായിരുന്നു ഇവിടെ. അവർ പരസ്പരം പോലും, എൻ്റെ സിനിമകളെ കൂവുന്നത് വേറെ കാര്യം, അവർ പരസ്പരം പോലും കൂവും. ഒരാളുടെ പടത്തിനെ മറ്റൊരാൾ കൂവും. എൻ്റെ സത്യം എന്നുള്ള പടം വരുമ്പോൾ പൃഥ്വിരാജിൻ്റെ മുഖം കാണുമ്പം കൂവിക്കോട്ടെ, അത് അന്ന് ഇദ്ദേഹത്തെ ഇവർ കൂവുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ ഈ പടത്തിൻ്റെ ടൈറ്റിലുണ്ടല്ലോ, താങ്ക്സ് കാർഡ് വരുമ്പം കൂവും. താങ്ക്സ് കാർഡ് വരുമ്പം പൃഥ്വിരാജിൻ്റെ പടത്തെ കൂവിയിരുന്നു. അവിടുന്നാണ് അതിനെയൊക്കെ ഓവർകം ചെയ്താണ് പൃഥ്വിരാജോടും വരെ എത്തിയത്. നമ്മുടെ മലയാള സിനിമ ഈ ഫാൻസ് അസോസിയേഷനെ ദുരുപയോഗം ചെയ്യാനായിട്ട് ഉപയോഗിച്ചു നമ്മുടെ സൂപ്പർ താരങ്ങൾ എന്നുള്ളൊരു വലിയ സംഭവമുണ്ട്. അതിൻ്റെ പരിണിത ഫലം കൂടിയാണ് ഇപ്പോൾ വന്ന് ഇവിടം വരെ വന്നിട്ട് എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറയാനായിട്ടൊരു നമ്മുടെ താരത്തിൻ്റെ അവസ്ഥ മാറുന്നെങ്കിൽ അതിന് അവർ തന്നെയാണ് വളം വിട്ടത്. മലയാള സിനിമയിലെ ഈ അപ്രഖ്യാപിത വിലക്ക് ആരെയൊക്കെ ബാധിച്ചിട്ടുണ്ട്? വിലക്കെന്ന് പറയുന്നത് ഒരിക്കലും ഒരു ജനാധിപത്യപരമല്ല, പരിഷ്കൃത സമൂഹത്തിന് പറ്റിയതല്ല. നമുക്കിപ്പോൾ അറിയാം എന്തെല്ലാം വിമർശനങ്ങൾ രാഷ്ട്രീയക്കാർ തമ്മിൽ ഉണ്ടാക്കാറുണ്ട്, ഇല്ലേ? രാഷ്ട്രീയക്കാർ തമ്മിൽ പരസ്പരം കലഹിക്കാറുണ്ട്, അവർ തമ്മിൽ വായിത്തോന്നിയതൊക്കെ പറയാറുണ്ട്. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടം അത്ര കൂടിപ്പോയാൽ അവർ മാനനഷ്ട കേസ് കൊടുക്കാറുണ്ട് ചിലപ്പോൾ, ഇല്ലേ? പക്ഷേ റേഷൻ കാർഡ് വെട്ടാറില്ലല്ലോ. ഇവിടെ റേഷൻ വെട്ടുകയല്ലേ ചെയ്തത്. അപ്പോൾ ആ റേഷൻ വെട്ടുന്നത് അതൊരു പരിഷ്കൃത സമൂഹത്തിന് പറ്റിയതല്ല. തിലകൻ ചേട്ടനെ കണക്കുള്ള ഒരു നടനെ വിലക്കി. അത് അദ്ദേഹം സീരിയലിൽ അഭിനയിക്കാൻ ചെന്നപ്പോൾ അവിടെ അദ്ദേഹത്തെ വിലക്കി. ഇതെവിടെ പറഞ്ഞിരിക്കുന്നത്?
കോമ്പറ്റീഷൻ കമ്മീഷൻ്റെ വിധി അതിനെതിരെ ഉണ്ടായെന്നുള്ള ഒരു സത്യം. പക്ഷേ അന്ന് മീഡിയാസ് പോലും അത് വലിയ ചർച്ചയ്ക്കെടുത്തില്ല. ഇപ്പോൾ ഇത് പറഞ്ഞിരിക്കുന്നത് ഹേമ കമ്മിറ്റിയിലാണ്. ഈ സർക്കാർ നിശ്ചയിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ വളരെ വിശദമായിട്ടുള്ള പേജുകളിൽ ഞാൻ ഈ പറഞ്ഞ 137 തൊട്ടുള്ള പേജുകളിൽ പറഞ്ഞിരിക്കുകയാണ് ആ നടൻ വളരെ ഫേമസായ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് പോലും ചെലുത്താൻ കഴിയുന്ന ഒരു മഹാനടനെ സിനിമയിൽ അഭിനയിക്കുന്ന നിന്ന് വിലക്കി. അത് ഒരു ഡയറക്ടറുടെ സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചുകൊണ്ട്, ആ ഡയറക്ടർ ഞാനായിരിക്കില്ല, അതിനകത്ത് പേരൊന്നും എഴുതിയിട്ടില്ല, വിലക്കി. എന്നിട്ട് അദ്ദേഹം സീരിയലിൽ അഭിനയിക്കാൻ പോയപ്പോൾ അവിടെ അത് പ്രത്യേകിച്ച് എഴുതിയിരിക്കുന്നു ആത്മ എന്ന് പറയുന്ന സംഘടനയുടെ പ്രസിഡൻറ്റ്, അദ്ദേഹത്തെ വിലക്കി. ആ പ്രസിഡൻ്റ് ഒരു നടനാണ്. ഇതൊക്കെ ഒരു ചൂണ്ടുവിലകയല്ലേ? അപ്പം അങ്ങനെ ഒട്ടും പരിഷ്കൃതമല്ലാത്ത ഒരാടെ കഞ്ഞിയിൽ കല്ലുവാരിയിടുന്ന പ്രവൃത്തി ചെയ്യാനായിട്ട് ഇവർ സമ്മതിക്കാമോ? ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന മമ്മൂക്കയും മോഹൻലാലും ഇത് അറിഞ്ഞെങ്കിൽ അവർ സമ്മതിക്കാമോ? ഏതായാലും ലാലിപ്പോൾ പറയുന്നു അദ്ദേഹം ഒന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞെങ്കിലും ഏതായാലും ക്രിസ്ത്യൻ പ്രദേശിൽ അദ്ദേഹം നായകനായിരുന്നു. ആ ക്രിസ്ത്യൻ പ്രദേശിൽ നിന്നാണ് 2011 തിലകൻ ചേട്ടനെ വിലക്കുന്നത്. ഇദ്ദേഹത്തിന് പറയാമായിരുന്നല്ലോ, അദ്ദേഹത്തെ വേണമെങ്കിൽ നമ്മൾ സംഘടനയിൽ നിന്ന് മാറ്റാം, ഒഴിവാക്കിക്കോ, പക്ഷേ ഒരാടെ ജോലി അഡ്വാൻസ് കൊടുത്തെങ്കിൽ ആ ജോലിയിൽ നിന്ന് ഒഴിവാക്കരുത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു പിന്നെ ഈ വിലക്കുകൾ വരത്തില്ലായിരുന്നു. ഇവരിൽ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ സ്റ്റേണായിട്ട് പറയുകയാണ് ഇത്തരം വിലക്ക് പാടില്ല, ഇതല്ല സംഘടനാ പ്രവർത്തനം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതിന് പിന്നുള്ള വിലക്കുകളും ഈ WCCയിലെ പെൺകുട്ടികളുടെ വിലക്കുകളും ഒന്നും ഉണ്ടാകത്തില്ല. രമ്യ നമ്പീശനോ അല്ലെങ്കിൽ പാർവതി തിരുവത്തോ ഒക്കെ എത്ര സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന്. അത് നമ്മൾ എന്തിനാണ് കണ്ണടച്ചിരുട്ടാക്കുന്നത്? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞ പവർ ഗ്രൂപ്പിനെ ഞാൻ കാണുന്നത്, ഈ പവർ ഗ്രൂപ്പ് എന്നൊരു വാക്ക് പറയാൻ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ താരസംഘടന നേതൃത്വത്തിലും നിർമ്മാതാക്കളുടെ, അതും കൂടെ ചേർക്കണം ഇതിനകത്ത്, നിർമ്മാതാക്കളുടെ സംഘടനയുടെ നേതൃത്വത്തിലും അവർക്ക് വേണ്ടി ഒരു കോൺട്രാക്റ്റ് എടുത്ത ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറിയും, ഫെഫ്ക സംഘടനയിലെ ആൾക്കാരെയൊന്നും ഞാൻ പറയത്തില്ല. ഫെഫ്ക സംഘടന എന്ന് പറയുന്നത് ഞാൻ കൂടെ ഉണ്ടാക്കിയ സംഘടനയാണ്. ഞാനുണ്ടാക്കിയ മൈക്ട ഫെഡറേഷനാണ് ഇന്നത്തെ ഫെഫ്ക. അപ്പം അത് ആ സംഘടന തന്നെ അതേ ബയലോ എടുത്ത് അങ്ങോട്ട് മാറ്റി ഒരു സംഘടന ഉണ്ടാക്കി എന്നെ അതിനകത്ത് ഒഴിവാക്കിയെന്നേ ഉള്ളൂ. ഞാൻ ആദ്യം മൈക്ട ഫെഡറേഷൻ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും താഴേക്കിടയിലുള്ള ഡ്രൈവർമാരുടെ ശമ്പളം 150 രൂപയിൽ നിന്നും 350 രൂപയാക്കണമെന്നും പറഞ്ഞ് ഒരു സമരം ചെയ്തിരുന്നു. ലേബി ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അന്ന് പ്രൊഡ്യൂസേഴ്സ് അത് സമ്മതിച്ചില്ല. എന്നോട് സൂപ്പർ താരങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ ടിപ്പ് കൊടുക്കാറുണ്ടല്ലോ അതിൽ കൂടുതലെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ടിപ്പല്ല, അവകാശമാണ്. 24 മണിക്കൂർ വണ്ടി ഓടിക്കുന്നതിനാണ് 150 രൂപ. അന്ന് 10-600 രൂപയൊക്കെ ഇവിടെ ദിവസക്കൂലിയുള്ള സമയമായി 2007. ഞങ്ങൾ 4 ദിവസം സ്ട്രൈക്ക് ചെയ്തു. കേരളത്തിൽ മാത്രമല്ല മലയാള സിനിമ എവിടെ ഷൂട്ട് ചെയ്യുന്നോ അതൊക്കെ നിർത്തിവെക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. അവസാനം 150-300 ആക്കി. അതൊരു അവിവേകമാണെന്ന് എന്നെപ്പറ്റി പറയുന്നതോട് ഞാൻ പറയുന്നത്, ഇന്നലെ ഉണ്ണികൃഷ്ണൻ പറയുന്നത് കേട്ട് എനിക്ക് അഭിമാനമാണ് കോമ്പറ്റീഷൻ കമ്മീഷൻ ശിക്ഷിച്ചതെന്ന്. അതെനിക്ക് മനസ്സിലാകുന്നില്ല. അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിന് പോയിട്ട് നമുക്ക് ശിക്ഷിക്കുന്നതാണ് അതിനെപ്പറ്റി പറഞ്ഞത്. കോമ്പറ്റീഷൻ കമ്മീഷൻ്റെ നടപടി നേരിടേണ്ടി വന്നതുകൊണ്ട് മാത്രം സിനിമ നൈരൂപീകരണ സമിതിയിൽ നിന്ന് മാറേണ്ടതില്ല എന്നാണ് ബി ഉണ്ണികൃഷ്ണൻ്റെ നിലപാട്. അത് അദ്ദേഹം പറഞ്ഞ വലിയ കഷ്ടമാണ്. കാരണം വിലക്കി എന്ന് കോമ്പറ്റീഷൻ കമ്മീഷൻ പറയുക മാത്രമല്ല, അതിന് അദ്ദേഹം പറഞ്ഞ തെളിവുകളും പുള്ളിക്ക് വലിയ സ്വീകാര്യമല്ലെന്നും മധുസാറാണ് മൊഴി കൊടുത്തിരിക്കുന്നത്. വിനയൻ്റെയും 50,000 രൂപ അഡ്വാൻസ് മേടിച്ചിട്ട് അദ്ദേഹത്തിന് ആ സിനിമയിൽ അഭിനയിക്കില്ലെന്നും പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു കൂട്ടം ആൾക്കാർ എന്നെന്നും അതിനകത്ത് ഇദ്ദേഹം ഉണ്ടെന്നും മധുസാറാണ്. നടൻ മധുസാർ ഒരിക്കലും അങ്ങനെ പറയേണ്ട ആളല്ലല്ലോ. ഇന്ദ്രൻസാണ് പറഞ്ഞിരിക്കുന്നത്. അയാൾ പൊട്ടിക്കരഞ്ഞു. അത് ഇപ്പോൾ ഒരു വീഡിയോ ഇവിടെ പ്രചരിക്കുന്നുണ്ട്. തിലകൻ ചേട്ടൻ, അതായത് എൻ്റെ 25,000 രൂപ എൻ്റെ തിരിച്ചു തരാൻ വേണ്ടി ഉള്ള പ്രയാസത്തിൽ ഇന്ദ്രൻസ് പൊട്ടിക്കരഞ്ഞു. ഞാൻ ഒത്തിരി ബഹുമാനിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഇത് മേടിച്ച പൈസ തിരിച്ചു കൊടുക്കേണ്ട അവസ്ഥയാണ് എനിക്ക്. ജയസൂര്യയാണ് പറഞ്ഞിരിക്കുന്നത്, ഞാനൊരു പടം ചെയ്യാൻ ഇങ്ങനെ പ്ലാൻ ചെയ്തപ്പം എന്നെ വിളിച്ചു പറഞ്ഞു ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറിയും പ്രസിഡൻറ്റും. ഇത്തരം തെളിവുകളല്ലേ? അത് വെച്ചിട്ട് എന്താ ചെയ്തത്? അങ്ങനെ ഒരാളുടെ സിനിമ നടത്തല് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പേരിൽ കോമ്പറ്റീഷൻ കമ്മീഷൻ വിധിക്കുകയും അത് സുപ്രീം കോടതി അത് ശരിവെക്കുകയും ചെയ്ത് ഇവർ ഫൈൻ അടച്ചിട്ട് 12 ലക്ഷം രൂപയോളം എല്ലാവരും കൂടി ഫൈൻ അടച്ചു. പലരുടെയും വിചാരം എനിക്ക് കിട്ടിയെന്ന്. എനിക്കല്ല, സർക്കാരിനാണ് കിട്ടിയത്. ആ ഫൈൻ അടച്ചിട്ട് അതെനിക്കൊരു അഭിമാനമാണെന്ന് പറയുന്ന ഒരാൾ അദ്ദേഹത്തെ എന്താ പറയുക? അദ്ദേഹം പറയുകയാണ് അതെനിക്കൊരു അഭിമാനമാണ്, ഞാനങ്ങനെ വിലക്കും എന്ന് പറയുന്ന ഒരാൾ ഈ നയരൂപീകരണത്തിൽ കയറിയിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിയല്ലെന്ന് ഞാൻ പറഞ്ഞത്. ആഷിഖ് അബു ഒരു അഭിമുഖത്തിൽ ഞങ്ങളോട് തന്നെ പറഞ്ഞു, CITU പോലുള്ള
തൊഴിലാളി സംഘടനകളെ ഫെഫ്കയ്ക്കകത്തേക്ക് സിനിമ മേഖലയിലേക്ക് കടന്നു വരാൻ അനുവദിക്കാതിരുന്നത് ബി ഉണ്ണികൃഷ്ണനാണെന്ന് അങ്ങനെ കരുതുന്നുണ്ടോ? ഈ ഫെഫ്ക ജനറൽ സെക്രട്ടറി പറയുന്നത് കാലഹരണപ്പെട്ട സംവിധായകനാണ് വിനയൻ, അദ്ദേഹത്തിൻ്റെ വിഷയം എനിക്ക് കേൾക്കേണ്ടെന്നാണ് പറഞ്ഞത്. പണി കൊടുക്കാതെ വിനയൻ്റെ കൂടെ നിന്നാൽ ജോലി കിട്ടില്ല എന്ന് ഒറ്റ വിഷയത്തിൽ ജീവിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുന്ന തൊഴിലാളികൾ അപ്പുറത്തേക്ക് പോയി. അങ്ങനെയാണ് ഈ മാക്ട ഫെഡറേഷൻ ഇല്ലാതാകുന്നത്. ഞാൻ അതിനു വേണ്ടി പറയുമ്പോൾ എന്താണ്, വിനയൻ ഒരു ഭാഗത്ത്, അപ്പുറത്ത് മമ്മൂക്ക, മോഹൻലാൽ, ദിലീപ്, ഈ പറയുന്ന ഗ്രൂപ്പെല്ലാം പ്രൊഡ്യൂസേഴ്സ്, ഇവരെല്ലാം കൂടെ പറയുകയാണ് വിനയൻ്റെ ഭാഗത്ത് തെറ്റ്. അപ്പോൾ എനിക്ക് തോന്നി ഇവിടെ നിന്നാൽ ഈ ജനത്തിൻ്റെ മുന്നിൽ ഞാൻ തെറ്റുകാരനാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കോമ്പറ്റീഷൻ കമ്മീഷനിൽ പോയത്. അപ്പം ഞാൻ എൻ്റെ സംഘടനയിൽ നിന്ന് രാജിവെച്ചു. മാത്രമല്ല ആ സംഘടന ഇല്ല, മാക്ട ഫെഡറേഷൻ എന്ന് പറഞ്ഞ സംഘടനയിൽ ഇന്ന് ആരുമില്ല. ഇന്ന് ഫെഫ്കയാണ്. എനിക്ക് മാക്ട ഫെഡറേഷൻ ആണെങ്കിലും ഫെഫ്ക ആണെങ്കിലും തൊഴിലാളികൾക്ക് വേണ്ടി സംഘടന ഉണ്ടാകണമെന്നേ ഉള്ളൂ. ആ സംഘടന നല്ലതായിട്ട് പോകണം. അങ്ങനെ പോന്നു കഴിഞ്ഞ് ഞാൻ ഈ വിവരത്തിലോട്ടൊന്നും കടന്നിട്ടില്ല. അതായത് ഈ CA2 കടന്നു വരാൻ ശ്രമിച്ചെന്നും അതിനെ കയറ്റിയില്ലെന്നും ഒക്കെ പറഞ്ഞാൽ അത് അവരുടെ ഉള്ളിലുള്ള സംഘടനയുടെ ഉള്ളിലുള്ള. അങ്ങനെ ഒരാൾ വിചാരിച്ചാൽ ഇടതുപക്ഷത്തിന് ഇത്രയും വേരോട്ടമുള്ളൊരു സംസ്ഥാനത്ത് സിനിമാ മേഖലയിൽ ഒരു തൊഴിലാളി പ്രസ്ഥാനത്തിന് കടന്നു വരണം എന്ന് തീരുമാനിച്ചാൽ അങ്ങനെ തടയാൻ ഒരാൾക്ക് സാധിക്കും? സാധിക്കത്തില്ല. അത് അവരുടെ ഉള്ളിലും അതിന് സപ്പോർട്ടുണ്ടായിരുന്നു. അല്ല, ഫെഫ്ക വരുന്നതിന് CPM ഭയങ്കര സപ്പോർട്ടായിരുന്നു. അതെങ്ങനെയാണ് അത് തോന്നുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അന്ന് ഈ സരോവരത്തിൽ ഈ മീറ്റിംഗ് കൂടുമ്പം ഇതിന് തലേ ദിവസം ഞാൻ വിളിച്ചിട്ട് വളരെ സീനിയറായ അന്ന് പാർട്ടിയുടെ സെക്രട്ടറിയുടെ അടുത്ത്, ബഹുമാന്യ സെക്രട്ടറിയുടെ അടുത്ത് ഞാൻ പറഞ്ഞിരുന്നു ഈ വിഷയം ഇങ്ങനെയാണ്, ഞാൻ ആ കൂടി ചെയ്ത തെറ്റ്, തൊഴിലാളികൾക്കായിട്ടൊരു സംഘടന ഉണ്ടാക്കി എന്നുള്ളതേ ഉള്ളൂ. ആ സംഘടന എന്ന് വേണേൽ ഞാൻ മാറാമെന്ന് പറഞ്ഞു. പക്ഷേ ഇവർക്ക് അതുപോലും എൻ്റെ പേര് പോലും മാറ്റിക്കൊണ്ട് പുതിയ സംഘടന കൊണ്ടുവരണം. ആ സംഘടനയുടെ ഉദ്ദേശം മറ്റൊന്നുമല്ല, ഇവിടെ ഈ പറയുന്ന താരമേധാവിത്വത്തിനും ഇപ്പോഴത്തെ ഈ വാക്ക് വേണേൽ കടമെടുക്കാം, ഈ പവർ ഗ്രൂപ്പ് എന്ന് വേണേൽ പറയാമല്ലോ, ആ പവർ ഗ്രൂപ്പിനും തോന്നിവാസം കാണിക്കാനുള്ള ഒരു സംഘടനയായിട്ട് മാറ്റാനാണ് ഈ പുതിയ സംഘടന കൊണ്ടുപോകുന്നത്. അതിനകത്ത് തൊഴിലാളികൾ നിരപരാധികളാണ്. അതിനിടയിൽ ഇപ്പോൾ കേൾക്കുന്നതാണ് താങ്കളെ മുന്നിൽ നിർത്തി ആഷിഖ് അബു പുതിയൊരു സംഘടന, സാങ്കേതിക പ്രവർത്തകരുടെ സംഘടന ഉണ്ടാക്കുന്നുവെന്ന്. എന്തെങ്കിലും വാസ്തവമുണ്ടോ അതിൽ? ഒരു വാസ്തവമില്ല. ആഷിഖ് അബു, ഞാൻ വർഷങ്ങളായിട്ട് ആഷിഖ് അബുവായിട്ട് സംസാരിച്ചിട്ട് വർഷങ്ങളായെന്ന് തോന്നുന്നു. അദ്ദേഹം TV-യിൽ എന്തോ വിനയൻ്റെ ഉണ്ണികൃഷ്ണനെ ഒഴിവാക്കണമെന്ന് വിനയൻ പറയുന്നതിന് പിന്തുണ കൊടുക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ആക്ച്വലി ആഷിഖ് അബു ഒക്കെ എന്നെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പോലും മനസ്സിലാക്കിയത്. അങ്ങനൊരു യാതൊരു സംഭവം, ഞാനൊരു പുതിയ യൂണിയൻ ഉണ്ടാക്കാനോ അതിൻ്റെ നേതൃത്വത്തിൽ വരാനോ താല്പര്യപ്പെടുന്നില്ല. സത്യമാണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇപ്പോൾ ആഷിഖ് അബു പുതിയ യൂണിയൻ കൊണ്ടിരുന്നെങ്കിൽ, അല്ലെങ്കിൽ വേറൊരാളൊരു യൂണിയൻ കൊണ്ടിരുന്നെങ്കിൽ നല്ലതാണെന്ന് ഞാൻ പറയും. എനിക്ക് നല്ലതെന്ന് തോന്നുന്ന യൂണിയനോട് ഭാവിയിൽ ഞാൻ ചിലപ്പോൾ ചേർന്നേക്കാം, അല്ലെ പ്രവർത്തിച്ചേക്കാം എന്നുള്ളതല്ലാതെ ഒരു സംഘടന ഉണ്ടാക്കാനും വിനയനില്ല. അങ്ങനെ ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറിക്ക് ഒരു ടെൻഷനും വേണ്ട, ഞാൻ അതിനൊന്നുമില്ല. പക്ഷേ ഫെഫ്കയിലെ തൊഴിലാളികളെന്ന് പറയുന്നത് അവരെൻ്റെയും കൂടി സഹോദരന്മാരാണ്. അവർക്ക് വേണ്ടി ആദ്യം ഫൈറ്റ് ചെയ്തത് ഞാനാണ്. ആ സ്നേഹവും ബഹുമാനവും ഒക്കെ എനിക്ക് അവരോടുണ്ടെന്നുള്ളതാണ് സത്യം. മലയാള സിനിമയിലെ ഈ അപ്രഖ്യാപിത വിലക്ക് പൃഥ്വിരാജിന് അന്ന് തിരിച്ചൊരു മടക്കം സാധ്യമാക്കിയത് അത്ഭുത ദ്വീപിലൂടെ താങ്കളാണ്. ആ ഒരു പിന്നീട് പൃഥ്വിരാജ് പ്രബലനായി കഴിഞ്ഞതിന് ശേഷം കാണിച്ചു. അത്ഭുത ദ്വീപ് എന്നുള്ള ചിത്രത്തിൽ ഞാൻ പക്രുവാണ്, 2.5 അടി പൊക്കമുള്ള പക്രുവാണ് നായകൻ എന്നും പറഞ്ഞ് ഞാൻ അനൗൺസ് ചെയ്തു. എന്നിട്ട് ഞാൻ അമ്പിളിച്ച ജഗതിച്ചേട്ടൻ്റെയും കൽപ്പനയുടെയും, കൽപ്പനയാണ് ഇന്നും കൽപ്പന മരിച്ചു എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്തത്, അത് പൃഥ്വിരാജാണെന്ന് പറയേണ്ട വിനേട്ടൻ, ജഗദീഷിൻ്റെയൊക്കെ ഒപ്പിട്ട് മേടിച്ചു. കാരണം ഭയങ്കര, ഇപ്പം കണ്ടില്ലേ പ്രിയനന്ദൻ്റെ ഭാഷ കേട്ടല്ലോ, പൃഥ്വിരാജ് ഉണ്ടെങ്കിൽ ആ പടം നിർത്തിക്കളയുമെന്നാണ് പറഞ്ഞത്. 6 ദിവസം ഷൂട്ട് ചെയ്ത പടമാണ്. ഞാൻ റിട്ടേൺ എഗ്രിമെൻറ്റ് മേടിച്ചു ഈ താരങ്ങളുടെയൊക്കെ, ജഗതി ശ്രീകുമാർ, കൽപ്പന, ഈ പറയുന്ന ബിന്ദു പണിക്കർ, ഈ പറയുന്ന ഈ സംഘടന ഉള്ള താരങ്ങളുടെ. ഷൂട്ടിംഗ് തുടങ്ങുന്നതിൻ്റെ തലേ ദിവസമാണ് പറഞ്ഞത് ഇതിലെ നായകൻ പൃഥ്വിരാജ് കൂടെ ഉണ്ട്. കുറേ കുഞ്ഞന്മാരെ അവിടെ ദേഹത്ത് കയറ്റിയിരുത്തി ഒരു ഫോട്ടോയൊക്കെ എടുത്തിട്ടു. മാറിയാൽ ഞാൻ കേസിന് പോകുമെന്ന് പറഞ്ഞു. കാരണം എൻ്റെ എഗ്രിമെൻ്റ് ഉണ്ട്, വലിയ നഷ്ടപരിഹാരം തരേണ്ടി വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ പടം നടന്നു, അമ്മയ്ക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെയാണ് പൃഥ്വിരാജിൻ്റെ വിലക്ക് മാറിയത്. ഈ സത്യാവസ്ഥ എത്ര പേർക്കറിയാമെന്ന് എനിക്കറിയില്ല. പിന്നെ ഒരു പടം ചെയ്തു പോയാൽ പിന്നെ അയാൾ വിലക്കെന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ലല്ലോ. ഞാൻ പൃഥ്വിരാജിനിക്ക് അനുകൂലമായിട്ടൊരു വാക്ക് പറയണം, പ്രസ്താവന നടത്തണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. താങ്കൾ ഒരുപാട് പുതുമുഖ നടീനടന്മാരെ കൊണ്ടുവന്ന ആളാണ്. ഇവരിൽ പലരും, ജയസൂര്യ ഉൾപ്പെടെ ഒരുപാട് പേര് പ്രധാനപ്പെട്ട നടീനടന്മാരായി മാറിയിട്ടുമുണ്ട്. അവരിൽ നിന്ന്
പിന്നീട് ബുദ്ധിമുട്ട് അനുഭവിച്ച സമയത്തൊരു പിന്തുണ ലഭിച്ചിട്ടുണ്ടോ ആരിൽ നിന്നെങ്കിലും? ഇല്ല, തുറന്നു പറയില്ല, ആരുമില്ല. അത് എന്നെ കാണുമ്പോഴോ ഒക്കെ ചിലപ്പം മാറിപ്പോവുകയും പിന്നെ എപ്പോഴെങ്കിലും നിവൃത്തിയില്ലാതെ കാണുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ എന്തുണ്ട് സാർ വിശേഷമെന്ന് ചോദിച്ച് മുങ്ങുകയും ചെയ്തിരുന്ന അവസ്ഥയല്ലാതെ ഒരിക്കലും സാറിൻ്റെ ഭാഗത്താണ് ന്യായം, അല്ലെ സാറിൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്, അങ്ങനെയും പറയാമല്ലോ, സാറിൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്, അതുകൊണ്ട് അതും രണ്ടും പറയാതെ മാറി നിൽക്കുകയായിരുന്നു ചെയ്തത്. ഒരു സപ്പോർട്ടും ഉണ്ടായിരുന്നില്ല. ആകെക്കൂടെ എൻ്റെ സ്മരണയിലുള്ളത് കലാഭവൻ മണി ഒരിക്കൽ വീട്ടിൽ വന്നിട്ട് കരഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, സാറിന് വേണ്ടി എനിക്കൊന്നും ഞാനൊരു കാസറ്റ് ചെയ്യാം, എൻ്റെ കാസറ്റിന് വലിയ മാർക്കറ്റുണ്ട് ഇപ്പോൾ, അതിന് 10-50 ലക്ഷം രൂപ വരെ കിട്ടും, സാറിന് വേണ്ടി ഒരു കാസറ്റ് ഞാൻ ചെയ്യാം, അത് സാർ അതിൻ്റെ പൈസ. ഞാൻ പറഞ്ഞു, വേണ്ട, നിൻ്റെ ഈ സ്നേഹം ഭയങ്കരമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, അത് മതി, നീ കാസറ്റ് ചെയ്ത് നിൻ്റെ കുടുംബം നോക്കുക. ആ സമയത്ത് ഇതുപോലെ പിന്തുണച്ച് മറ്റാരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഇല്ല, എന്നെ പിന്തുണച്ച ആരും വന്നിട്ടില്ല. അത് ഒറ്റയാൾ പോരാട്ടമായിരുന്നു. പലരും വിളിക്കുമ്പോഴും കാണുമ്പോഴും ഒക്കെ വിനയ മനസ്സുകൊണ്ട് കൂടെ ഞാൻ നല്ല കാര്യം, വീട് പട്ടിണിയാകുമ്പോൾ മനസ്സുണ്ടെങ്കിൽ മതിയല്ലോ എന്ന് ഞാൻ തമാശ പറയും. ഞാൻ ഒറ്റയ്ക്കാണ് ഫൈറ്റ് ചെയ്തത്, ആരും എൻ്റെ കൂടെ ഇല്ലായിരുന്നു. ഈ പവർ ഗ്രൂപ്പിനെ നിയന്ത്രിച്ചിരുന്നത് ദിലീപാണെന്ന് താങ്കൾ തന്നെ പല ഘട്ടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ദിലീപ് പവർ ഗ്രൂപ്പിൻ്റെ നേതാവായത്? ദിലീപ് ഇപ്പോഴും അത് തുടരുന്നുണ്ടോ? ഇല്ല, ഇപ്പം ദിലീപിന് ആ ബന്ധമില്ല. അദ്ദേഹത്തിന് പവർ ഗ്രൂപ്പിൻ്റെ ആ കാലഘട്ടത്തിൽ 2008 ഈ 2020 ഒരു പ്രൊഡക്ഷനൊക്കെ വന്നിട്ട്, 2020 എന്ന് പറഞ്ഞ പടം ഏറ്റവും വലിയൊരു സിനിമയാണല്ലോ, അത് നിർമ്മിക്കണമെന്ന് വേറെ പല സൂപ്പർ സ്റ്റാറുകൾ പോലും ചിന്തിച്ചിട്ട് പോലും ദിലീപിനെ അത് ചെയ്യാൻ പറ്റും. കാരണം അത്ര ദിലീപിന് അത്ര ബന്ധങ്ങളുണ്ടായിരുന്നു. ഈ ദിലീപ് എന്ന് പറയുന്ന ആളിനെ ഇന്ന് മലയാള സിനിമയിൽ ഇപ്പോൾ എണ്ണിയാലും അയാളെ വെച്ച് ഏറ്റവും കൂടുതൽ പടം ചെയ്തത് ഞാനാന്ന് തോന്നുന്നു. 10ഓളം സിനിമകളാണ് ചെയ്തത്. പക്ഷേ സൂപ്പർ സ്റ്റാർ ആയതിനു ശേഷം ഞാൻ സിനിമകളൊന്നും കൂടുതൽ ചെയ്തിട്ടില്ലെന്നേ ഉള്ളൂ. രാക്ഷസരാജാവ് വരെ 10ഓളം സിനിമകളാണ് ചെയ്തത്. അപ്പോൾ ദിലീപുമായിട്ട് ഒത്തിരി ബന്ധമുണ്ടായിരുന്നു. അദ്ദേഹം പിന്നെ എപ്പോഴാണ് ബന്ധം തകർന്നത്? ആദ്യം ആ ബന്ധം ഉടയുന്നത് ഊമപ്പെണ്ണിനൊരിയാടെ പയ്യൻ എന്ന് പറയുന്ന സിനിമയുടെ സമയത്ത് കലൂർ ഡെന്നീസ് ചേട്ടനെ കൊണ്ട് അദ്ദേഹമായിരുന്നു ആ പ്രൊഡ്യൂസറെ കൊണ്ട് വന്നതും ആ സിനിമ പ്ലാൻ ചെയ്യുന്നതും. ഞാനൊരു സബ്ജക്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയായിരുന്നു. ആ സബ്ജക്റ്റ് അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ തിരക്കഥ എഴുതാം. ഞാൻ പറഞ്ഞു, ഓക്കെ, നമുക്ക് രണ്ടും കൊണ്ട് ഇരിക്കാൻ ചേട്ടാ, കുഴപ്പമില്ല. അദ്ദേഹത്തിനൊരു പടം ചെയ്യണം, വർഷങ്ങളായിട്ടൊന്നും പുള്ളി പടം ചെയ്തിട്ടില്ല. ഞാനൊരു വാക്ക് കൊടുത്തു പോയി. തെറ്റോ ശരിയായിക്കോട്ടെ, ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് സിനിമ എന്ന് പറയുന്നത്, ഒരു സിനിമ തോറ്റാൽ ഏറ്റവും അധികം അത് ബാധിക്കുന്ന ഡയറക്ടറെയാണ്. താരത്തിനടുത്തൊരു പടം ഹിറ്റായാൽ അയാൾ പിന്നെ അങ്ങ് പോകും. പക്ഷേ ഇദ്ദേഹം ദിലീപ് പറഞ്ഞു, അത് പറ്റില്ല, അത് മാറ്റണം. അവൻ ചില വിശ്വാസത്തിൻ്റെ പേരിൽ ചേട്ടാ അത് മാറ്റണം. അപ്പം വേറൊരു ചെറുപ്പക്കാരനായ റൈറ്ററേയും കൊണ്ട് ഇവിടെ വന്നു. ഞാൻ പറഞ്ഞു, ഇല്ല, വാക്ക് കൊടുത്തു പോയി, അഡ്വാൻസും കൊടുത്തു പോയി. അതിൻ്റെ പേരിൽ ഞങ്ങൾ തമ്മിൽ ചെറിയ വർത്തമാനം. ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു കാര്യം ചെയ്യും, മോനി പടത്തിൽ അഭിനയിക്കണ്ട, ദിലീപിനോട് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാനല്ല വേറെ ആരെ അഭിനയിക്കും എന്ന് പുള്ളി ഞെട്ടിപ്പോയി. പുള്ളി പറഞ്ഞു, ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല. അങ്ങനെ ഞാൻ ടി വിയിൽ എവിടെയോ കണ്ടിട്ടാണ് ഈ ജയസൂര്യ എന്ന് പറയുന്ന നടനെ തപ്പിയെടുത്തുകൊണ്ട് വരുന്നതും ആ പടം വിജയിക്കുകയും ചെയ്തു. അവിടെ തൊട്ടൊരു പരിഭവമുണ്ട് എന്നോട്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഈ പറയുന്ന ഒരു സംവിധായകൻ്റെയിൽ നിന്നും പ്രൊഡ്യൂസറുടെയിൽ നിന്നും 40 lakhs ഒരുമിച്ച് അഡ്വാൻസ്, അദ്ദേഹത്തിൻ്റെ മുഴുവൻ അന്നത്തെ റെമ്യൂണറേഷനും അഡ്വാൻസായി മേടിക്കുകയും 2 വർഷത്തോളം അദ്ദേഹം ആ പടത്തിന് ഡേറ്റ് കൊടുക്കാതിരിക്കുകയും അത് വലിയ ഇഷ്യൂ ആവുകയും ചെയ്തപ്പം ഭാഗ്യകേറിന് ഞാനായിരുന്നു മാക്ട ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി. അത് തെറ്റാണ്, അത് തൻ്റെ ഭാഗത്താണ് തെറ്റ്. 3 മാസത്തിനകം അതിനൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ സംഘടനയ്ക്ക് എന്തെങ്കിലും നടപടി എടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞാൽ ശരിയാണ്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, അന്ന് ഇദ്ദേഹത്തിൻ്റെതാണ് സംഘടന, മലയാള സിനിമ. അതാണ് ഞാൻ പറഞ്ഞത്. അന്ന് പവർ ഗ്രൂപ്പ് ലീഡർ അദ്ദേഹമാണ്. ഓരോ കാലങ്ങളിലും അങ്ങനെ ആയിരിക്കുമല്ലോ, മാറി മാറി വരുമായിരിക്കും. ദിലീപ് വരുന്നതിന് മുമ്പ് വേറെ ആടെയിലായിരിക്കും. അതിൽ 2004 ദിലീപ് അത്ര വലിയ സൂപ്പർ സ്റ്റാർ ഒന്നുമല്ലല്ലോ. പ്രിയനന്ദനോട് അന്ന് ആരാ പറഞ്ഞത് നമ്മൾ അന്വേഷിക്കണം. അപ്പം ഈ സമയത്ത് ദിലീപ് പറഞ്ഞു, എന്നെ ചട്ടം പഠിപ്പിക്കാൻ വന്നവൻ ഇൻഡസ്ട്രിയിൽ വേണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് ഈ പറയുന്ന ദിലീപും നമ്മുടെ കോഴിക്കോട് ഡയറക്ടർ രഞ്ജിത്ത് ഇവരെല്ലാം കൂടെ കൂടി ഒരൊറ്റ രാത്രി കൊണ്ടാണ് ഈ മാക്ട ഫെഡറേഷൻ. അപ്പോൾ ഇവരെല്ലാവരും തീരുമാനിച്ചു കഴിഞ്ഞു, സൂപ്പർ താരങ്ങളുടെ ഭാഗത്തുനിന്ന് അപ്പുറത്തുനിന്ന് ഭയങ്കര പ്രഷറുണ്ട്, വിനയൻ എന്ന് പറയുന്ന ആളെ വെച്ചുകൊണ്ട് ഇങ്ങനെ പോകാൻ പറ്റില്ല. അപ്പോഴാണ് ദിലീപിൻ്റെ പേരിൽ ഇങ്ങനെ ആക്ഷൻ വരുന്നത്. എല്ലാം കൂടെ ഒത്തുചേർന്ന് വന്നു, മനസ്സിലായോ? സൂപ്പർ താരങ്ങളോട് നിൽക്കുന്ന പ്രൊഡ്യൂസേഴ്സിന് അവർ താരങ്ങൾ പറഞ്ഞതിന് അപ്പുറത്തേക്കില്ല. ഇതെല്ലാം കൂടി ചേർന്ന് വന്നിട്ടാണ് ഈ സരോവരത്തിൽ മീറ്റിംഗ് കൂടി ഇവനെ അങ്ങെടുത്ത് മാറ്റിക്കളയാം, പുതിയൊരു സംഘടന കൊണ്ടുവരാൻ തീരുമാനിക്കുന്നത്. ദിലീപാണോ അപ്പോൾ മാക്ട പിളർത്തിയത്? ദിലീപിൻ്റെ ഒരു ഓപ്പറേഷനാണ് മാക്ട പിളർത്താൻ. ദിലീപിൻ്റെ ഓപ്പറേഷനിൽ ഇന്നത്തെ ഫെഫ്കായുടെ ജനറൽ സെക്രട്ടറി ഉണ്ണികൃഷ്ണനുമായിട്ടുള്ള ഒരു കോൺട്രാക്റ്റിൽ സൂപ്പർ താരങ്ങളും ഇവരൊക്കെ കൂടി നിന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ് മാക്ട ഫെഡറേഷൻ തകർത്തത്. അതിന് അവരോട് നിന്നു കൊടുത്തത് നമ്മുടെ നിർമ്മാതാക്കളുടെ അന്നത്തെ
പ്രമുഖർ, ഇന്നും അവരൊക്കെ തന്നെ അവിടെ പൊസിഷനിൽ, ഇന്നും നിർമ്മാതാക്കളുടെ സംഘടന അവരൊക്കെ തന്നെ ഓടിക്കുന്നത്. അവരാണ് ഫണ്ട് ചെയ്തത്. ഒരു ടെക്നീഷ്യന്മാരുടെ സംഘടന ഉണ്ടാക്കാനായിട്ട് ഇവരെന്തിനാണ് ഫണ്ട് ചെയ്യുന്നത്? നിലവിലൊരു ടെക്നീഷ്യന്മാരുടെ സംഘടന ഉണ്ട്, ഇവർ കാശ് കൊടുത്തു. മാക്ട ഫെഡറേഷൻ പിളർന്നപ്പോൾ, മാക്ട പിളർന്ന് ഫെഫ്ക ആയപ്പോൾ മാക്ട ഫെഡറേഷൻ തുടർന്ന് കൊണ്ടുപോകണമായിരുന്നു എന്ന് ഇപ്പോൾ തോന്നുന്നുണ്ടോ? ഇല്ല, മാക്ട ഫെഡറേഷൻ തുറന്നു കൊണ്ടുപോകാൻ പറ്റില്ലായിരുന്നു ലേബി. മാക്ട ഫെഡറേഷനകത്ത് കുറച്ച് നാളുകൾ ഞങ്ങൾ കൊണ്ടുപോകാൻ ട്രൈ ചെയ്തു. അന്ന് എന്നെ CPM എന്നെ സപ്പോർട്ട് ചെയ്തില്ല. എന്നെ അന്ന് CPIയിലെ കാനം രാജേന്ദ്രൻ എൻ്റെ ഭാഗത്ത് ആ നിലപാടെന്നുള്ളതിൽ എന്നെ വന്ന് സപ്പോർട്ട് ചെയ്തു. അവിടെയും CPIയിലെ ഈ സൂപ്പർ സ്റ്റാറുകളെ ആരാധിക്കുന്ന ഒരു വിഭാഗം കാലുവാരി, അവിടെ ഉണ്ടായിരുന്നു ഇഷ്യൂ. എന്നാൽ പോലും ഞങ്ങൾ പിടിച്ചു നിന്നു. പക്ഷേ മുഴുവൻ സംവിധായകരും അപ്പുറത്താണ്. അപ്പം ഒരു പടം വന്നു കഴിഞ്ഞാൽ ഞാൻ മാത്രമേ ഇപ്പുറത്തുള്ളൂ, എന്നെ വിലക്കിയിരിക്കുകയാണ്. ഞാൻ യക്ഷയും ഞാനും ഒക്കെ ചെയ്യുന്നത് കയ്യിൽ കിട്ടിയ ആ യക്ഷയും ഞാനും ഒക്കെ ചെയ്ത കാലത്തെ ചരിത്രമൊക്കെ ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ്. മനസ്സിലായി? രാവിലെ ഒരു ക്യാമറ, ഉച്ചയ്ക്ക് ഒരു ക്യാമറ, 3 മണിക്ക് ഒരു ക്യാമറ, രാത്രി ഒരു ക്യാമറ, ഇത് ഓരോ ക്യാമറയും ഒരു തട്ടിക്കൊണ്ടുപോകും. അങ്ങനെ ഞാൻ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ തൊഴിലാളികൾക്ക് മനസ്സിലായി അവർക്ക് വിനയൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണ് ലൈഫിൽ. അതുകൊണ്ട് അവരുടെ അരി മേടിക്കാൻ വേണ്ടി അവരപ്പുറത്തേക്ക് പോയി. ഇപ്പം മമ്മൂട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ആയാലും മോഹൻലാലിൻ്റെ പ്രതികരണമായാലും വളരെ വൈകിയാണ് വന്നത്. ആ ഒരു ദീർഘസമയം മൗനം ദീക്ഷിച്ചതിന് ശേഷമാണ് പ്രതികരിച്ചത്. അതിനെക്കുറിച്ച് വിമർശനവും ഏറെ വന്നു. ആ വിമർശനത്തിന് ശേഷമാണ് പ്രതികരണം വന്നത്. അതിനെയൊന്നും ലഭി ഞാൻ പറഞ്ഞില്ല, എൻ്റെ നിലപാടിൽ ഞാൻ അങ്ങനെ അത് അവരുടെയൊക്കെ ഇഷ്ടമാണ്. നമ്മൾ ആരുടെയും ഒരു കയ്യിൽ പിടിച്ചിട്ടോ അവരുടെ വായിൽ കയറി നമുക്ക് സംസാരിക്കാം. അതൊക്കെ അവരതിൻ്റെ ലാലിനെ സംബന്ധിച്ച് ലാലിൻ്റെ മാന്യമായ ഒരു പ്രതികരണമാണോ എന്ന് ചോദിച്ചാൽ ഓക്കെ, ലാലത് വായിക്കേണ്ടതായിരുന്നു എന്ന് ഞാൻ പറയും. ലാലത് വായിച്ചില്ല എന്നെന്തോ പറഞ്ഞെന്ന് തോന്നുന്നു ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. അത് ഞാനീ പറഞ്ഞ കണക്ക് 10-15 വർഷം ഇതിൻ്റെ പ്രസിഡൻറ്റും സെക്രട്ടറിയുമായിട്ടൊക്കെ ഇരിക്കുന്ന ഒരാൾ അത് വായിക്കേണ്ടതായിരുന്നു. വായിച്ചിട്ടേ മീഡിയയെ കാണാനുള്ളായിരുന്നു. അദ്ദേഹം പറഞ്ഞത് താങ്കളുടെ സൂപ്പർ താര വിമർശനത്തിന്റെ മൂർച്ച ഇത്തിരി കുറഞ്ഞിട്ടുണ്ടല്ലോ. ഇടയ്ക്ക് മോഹൻലാലുമായിട്ട് സിനിമ വരുന്നെന്നൊക്കെ പറഞ്ഞു. അത് ഏതെങ്കിലും കണക്റ്റഡ് ആണോ? ഒന്നുമില്ല, സൂപ്പർ താരത്തിൻ്റെ വിമർശനമല്ല. മോഹൻലാലുമായിട്ട് സിനിമ വരുന്നതൊന്നും അതൊക്കെ അങ്ങനെയുള്ളൊരു ചർച്ചയൊക്കെ വന്നെന്നുള്ള സത്യമാണ് ഞങ്ങൾ തമ്മിൽ. അതൊന്നും ഇവർ നടത്തത്തില്ല ഇതിനകത്ത്. പവർ ലോബി എനിക്കതിനകത്ത് വലിയ കാര്യമില്ല, ഞാൻ തുറന്നു പറയാം. ലാല തന്നെ സന്തോഷിപ്പിക്കാനോ സുഖിപ്പിക്കാനോ പറഞ്ഞാണെന്ന് ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പറഞ്ഞു മനസ്സിലായോ? പ്രശ്നങ്ങളൊക്കെ ആ വിലക്കൊക്കെ തീർന്ന് വിധിയൊക്കെ വന്നപ്പം ഒരു സ്നേഹലാളനം. ഞാൻ എൻ്റെ സൂപ്പർ സ്റ്റാർ വിമർശനം ഇപ്പം ഇത്രയും നേരം പറഞ്ഞ ആർക്കെതിരെയാണ്? അതൊന്നും ഒരിക്കലും കുറഞ്ഞിട്ടില്ല. സത്യത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷവും അതിനു മുമ്പും എന്നുള്ള ഒരു കാലം സിനിമയിലുണ്ട്, സംശയമില്ല, ചരിത്രത്തിൽ വരും. ഞാൻ പോലും എൻ്റെ ഇഷ്യൂസ് പോലും ഇപ്പം റീകൺസിഡർ ചെയ്യാൻ സമൂഹം തയ്യാറായത് എന്തുകൊണ്ടാണ്? ഈ റിപ്പോർട്ടല്ലേ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ 4-5 പേജിൽ ഈ വിനയൻ എടുത്ത റിസ്ക്കും വിനയനെ തകർത്തവരും വിനയനെ വിലക്കിയവരെ പറ്റിയൊക്കെയുള്ള ചരിത്രമില്ല അതിനകത്ത്. അതുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്നെ സംബന്ധിച്ചൊരു ചരിത്ര രേഖയാണ്. ആ റിപ്പോർട്ട് വന്നുകൊണ്ടാണ് ഞാനിന്നും സംസാരിക്കുന്നത്. ആ റിപ്പോർട്ടിൻ്റെ പേരിൽ എന്തെങ്കിലും മാറ്റങ്ങൾ മലയാള സിനിമയിൽ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ചലച്ചിത്ര മേഖലയിലെ വേറിട്ട ശബ്ദമായി ഇനിയും തുടരുക. ഇത്രയും സമയം ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി. നമസ്കാരം.